Hello and welcome to Lucy's Kitchen. Mommy, what are you making today? Yes, ఇది నెల్లికాయ అచ్చా. Okay. And what have you done so far? ഇത് ആദ്യം എണ്ണ ചൂടാക്കിയിട്ട് കടുകും വെളുത്തുള്ളിയും കരിയാപ്പലയും കൂടെ വഴറ്റുക. പിന്നീട് എരിവുള്ള മുളക് പൊടി വഴറ്റുക. അതിനുശേഷം എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം കൂടെ ഇളക്കുക. അപ്പോൾ മമ്മി നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറയാവോ ഇത്ര മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ടത്? 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ മുളക് പൊടി എങ്ങനെയാണ്? മുളക് പൊടി 2.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ മുഴുവൻ 5.5 ടീസ്പൂൺ മുളക്. യെസ്. మీకు ആവശ്യമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം, അല്ല എങ്കിൽ എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാം. അത് ശരി, അതൊരു പുതിയ അറിവാണ്. ഇതിനകത്ത് വേണമെങ്കിൽ വെള്ളവും ചേർക്കാം. യെസ്. നിങ്ങൾക്ക് എരിവ് ആവശ്യമെങ്കിൽ 3 സ്പൂൺ അല്ലെങ്കിൽ 2.5 സ്പൂൺ. ഞങ്ങൾക്ക് എരിവ് ആവശ്യമാണെന്ന് മമ്മിക്ക് തോന്നിയോ? അല്പം കായപ്പൊടി ചേർക്കണം. മുളക് പൊടി, കായപ്പൊടി, ഇത് ഉലുവാപ്പൊടി. ഈ മുളക് പൊടി ചേർക്കുമ്പോൾ തീ കൂട്ടിയിട്ട് വെക്കണോ മമ്മി? തീ കുറച്ചിട്ട് തീ കെടുത്തി ഞാൻ. തീ കെടുത്തി. ഓക്കെ. യെസ്. ഈ ഇടയ്ക്ക് എന്താണ് പറയുന്നത്? എന്നിട്ട് പിന്നെ ഇതിപ്പോ എത്ര മഞ്ഞളിട്ടു? 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ. ഇപ്പൊ അടുത്തത് എന്താണ് ഇടുന്നത്? കായപ്പൊടി 1/2 ടീസ്പൂൺ. കായപ്പൊടി ഞാൻ പറയുമ്പോ ഈ കട്ടക്കായം പൊടിച്ചതാണോ വറുത്ത് പൊടിച്ചതാ? കായം പൊടിച്ചതാണ്, അതാണ് രുചി. വറുത്ത് പൊടിച്ചതാ അല്ലേ? വറുത്ത് പൊടിച്ച. അതെത്ര? 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ. ഇതെന്താണ് ഇടുന്നത്? ഇത് ഉലുവാപ്പൊടി. അതെത്ര ഇടുക? ഇത് 1/2 ടീസ്പൂൺ. അപ്പൊ ഇത് എത്ര അച്ചാറിനുള്ള അളവാണ്? ഇത് ഒരു 10 നെല്ലിക്കായ അളവാണ്. അപ്പോൾ നോക്കൂ ഗൈസ്, സ്റ്റൗ കെടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മുടെ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അല്പം വിനാഗിരി കൂടെ ചേർത്താൽ നല്ലതാണ്. ഓക്കെ. അതെത്ര ചേർക്കുവാണ് മമ്മി? 2 ടീസ്പൂൺ 3 ടീസ്പൂൺ. നല്ലവണ്ണം മസാലകളൊക്കെ ഇളക്കി കൊടുക്കുക ഗൈസ്. 2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇടണം. ഉപ്പ് പൊറി ഇവിടില്ല, കല്ല് പൊറി ഇടുകയാണ്. എത്ര ഇടുവാണ് മമ്മി? ഞങ്ങൾക്ക് ബിപിയും ഷുഗറും വരുത്താനുള്ള പരിപാടിയാണോ മമ്മി ഇത്? ഇത് അങ്ങനെ BP വരുന്നതല്ല. ഉസിരിക്കായി മുടിക്ക് നല്ലതാണ്, ഹെൽത്തിനും നല്ലതാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. ഇപ്പൊ എത്ര സ്പൂൺ കല്ലുപ്പ് ഇട്ടു മമ്മി? 1 ടീസ്പൂൺ. ഓക്കെ. പൊടിയുപ്പാണെങ്കിൽ എത്ര ചേർക്കണം? പൊടിയുപ്പാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. പൊടിയുപ്പ് 1/2 ടീസ്പൂൺ. ഓ നോ ഗൈസ്, നമ്മൾ വിനാഗിരി ഇടുന്നത് മിസ്സായി വീഡിയോയില്. പക്ഷെ ഇതിനകത്ത് എത്ര വിനാഗിരിയാണ് ഇട്ടത് മമ്മി? 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ. യെസ്. അപ്പോൾ ഈ നോൺ സ്റ്റിക് പാത്രങ്ങളിൽ സ്റ്റീൽ ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ശരിയാണോ മമ്മി? ശരിയാണ്. അത് മേളിക്കൂടെ മെല്ലെ ഇളക്കുന്നു. ഇതെന്താണ് മമ്മി ഈ ചെയ്യുന്നത്? ഉപ്പ് നോക്ക്. ഓക്കെ ഗൈസ്, ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കല്ലൊന്നു ലയിച്ചില്ലെന്ന് തോന്നുന്നു. അതെ മമ്മി. ചൂടിടണോ? അപ്പോൾ വീണ്ടും
ഇനിയൊരു റെസിപ്പി കൊണ്ട് പിന്നെയും കാണാം ഗായ്സ്. ഞങ്ങൾക്ക് ഇത്രയും നല്ല അച്ചാർ ഉണ്ടാക്കിയാൻ പഠിപ്പിച്ച മമ്മിക്ക് വളരെ വളരെ താങ്ക്സ്. അപ്പോൾ ഏത് അച്ചാർ ഉണ്ടാക്കണമെങ്കിലും ആ സാധനം അവസാനം കലക്കിയാൽ മതി എന്നാണ് നമ്മുടെ അമ്മ പറയുന്നത്. ഓക്കെ ഗായ്സ്, ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ വന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അമ്മാസ് ചാനൽ.